ഒരു ചൈനീസ് അക്കുപങ്ക്ചറിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ഒരു പരമ്പര തുടങ്ങി കുറെ കഥകളൊക്കെ പറഞ്ഞു വച്ചിരുന്നല്ലോ. പല തിരക്കുകൾക്കിടയിൽ, അതിനിടയിലുള്ള പല സംഭവ വികാസങ്ങളുടെ ഇടയിൽ അതങ്ങനെ ഏതാണ്ട് മുടങ്ങി പോയി. ഇന്ന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കഥ പറയുകയാണ്. ഒരു എയ്ഡ്സ് രോഗിയുടെ കഥയാണ്. എയ്ഡ്സ് രോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എയ്ഡ്സ് ബാധിതനായ ഒരു രോഗി ആണ് എന്ന്. എന്നാൽ ഇദ്ദേഹം ഒരു തനിക്ക് എയ്ഡ്സ് ഉണ്ടോ എന്ന് സംശയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സംഭവം ഏതാണ്ട് ഒരു 2000 കാലഘട്ടമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഈ വ്യക്തി മറ്റൊരു വ്യക്തി, എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന മറ്റൊരു വ്യക്തിയുടെ കൂടെ എൻ്റെ ക്ലിനിക്കിൽ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്നു. ആ വ്യക്തി എൻ്റെ അടുക്കൽ ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പൊ ആ വ്യക്തിയുമായുള്ള എൻ്റെ ഇടപഴകലുകൾ ഈ കൂടെ വന്ന ഈ വ്യക്തി പുറത്തു നിന്നും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കൂടെ വന്ന വ്യക്തിയുമായും അന്ന് മറ്റേ വ്യക്തിയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അത്യാവശ്യം സൗഹൃദം സംഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഈ വ്യക്തി അദ്ദേഹത്തിന് കൂടെ വന്ന ആ വ്യക്തിയുടെ ചികിത്സ കഴിയുന്നവരെ കുറെ നാളുകൾ കാത്തുനിന്നു. അങ്ങനെ അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ കേസുമായി എന്നെ സമീപിച്ചു. അപ്പൊ ഇങ്ങനെ സമീപിച്ച് ക്ലിനിക്കിൽ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് എന്റെ ഒരു വലിയ സങ്കീർണമായ ഒരു വിഷയം ആണ്. വിഷയം എയ്ഡ്സ് ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു സ്വർണ്ണക്കട നടത്തുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ, വിവാഹത്തിന് മുമ്പ്, വിവാഹം കഴിഞ്ഞിട്ടൊരു 3 വർഷം ആയുള്ളൂ. അപ്പൊ അതിനൊക്കെ മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ, അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ഇദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു വിനോദം, ഇവരെല്ലാവരും കൂടി ചേർന്ന് അടുത്ത സംസ്ഥാനത്തുള്ള ചില ലോഡ്ജുകളിൽ ചെന്ന് താമസിക്കുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് പല സ്ത്രീകളുമായി പരിചയപ്പെടുന്നു. അത് സ്ഥിരമായ, വളരെ കാലം നീണ്ടുനിന്ന പരിപാടി. എന്നുവെച്ചാൽ നമ്മുടെ സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ അടുത്ത ഒരു സംസ്ഥാനത്തെ നഗരത്തിൽ എത്തിച്ചേരുന്നു വണ്ടിയിൽ. അങ്ങനെ അവിടെ റൂമെടുത്ത് താമസിക്കുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം മടങ്ങി വരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എയ്ഡ്സിനെ പറ്റിയുള്ള വലിയ കോലാഹലങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനും ഒരു സംശയമുണ്ടായി. താൻ ഇത്രയധികം സ്ത്രീകളുമായി ഇടപഴകിയതാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കും എയ്ഡ്സ് ഉണ്ടാകുമോ എന്നൊരു ഭയം ഈ വ്യക്തിയെ പിടികൂടി. അതോടെ അയാൾ മാനസികമായി തകരുകയും വല്ലാത്ത ഭയത്തിന് അടിമയായി തീരുകയും ബിസിനസ്സിലുള്ള ശ്രദ്ധ കുറയുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇയാളുടെ പല പ്രശ്നങ്ങളും വീട്ടുകാരെയും വലിയ ബുദ്ധിമുട്ടിൽ ആക്കി തീർത്തു. എന്നാൽ ഇദ്ദേഹം തന്റെ ഈ ഭയത്തെക്കുറിച്ച് ആരോടും, അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയാൻ ധൈര്യപ്പെട്ടുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ
വീട്ടുകാർ വളരെ നിർബന്ധിച്ചു, സുഹൃത്തുക്കൾ നിർബന്ധിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി ഇദ്ദേഹം വിവാഹവും കഴിച്ചു. അപ്പോൾ വിവാഹം കഴിച്ച് ഇയാൾ ഭയത്തോടുകൂടി ആണ് ഭാര്യയെ സമീപിച്ചത്. അങ്ങനെ സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ അപൂർവമായി മാത്രം ഇദ്ദേഹം ഭാര്യയുമായി ഇടപഴകി. എന്നാൽ ഈ ഭയം കാരണം അദ്ദേഹം കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ മെനക്കെട്ടുമില്ല. അപ്പൊ ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായുള്ളൂ, എന്താ കുട്ടിയാവാത്തത്, എനിക്കെന്തോ പ്രശ്നമുണ്ടോ, നീ പോയി ഡോക്ടറെ കാണിക്കൂ എന്ന് പറഞ്ഞ് വല്ലാതെ നിർബന്ധിക്കാൻ തുടങ്ങി. ഭാര്യ വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങി, സുഹൃത്തുക്കൾ നിർബന്ധിക്കാൻ തുടങ്ങി, പരിചയക്കാരെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. എന്താണോ എനിക്ക് കുട്ടിയാവാത്ത, നീ എന്നിട്ടൊന്ന് ചികിത്സ ചെയ്യുന്നില്ലേ എന്നായി. അപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണം ഇതാണ് എന്ന കാര്യം ഇദ്ദേഹത്തിന് പറയാനും ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കൂടെ എന്റെ ക്ലിനിക്കിൽ എത്തിപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ആയതിനാലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാകെ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭയം കൊണ്ട് എനിക്കൊട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രാവും പകലും ഇത് തന്നെയാണ് ചിന്ത, എനിക്ക് എയ്ഡ്സ് ഉണ്ടോ എന്നൊരു ഭയം. അപ്പൊ അതുകൊണ്ട് ജീവിതം നശിച്ചു എന്ന ഒരു നിലപാടിൽ അദ്ദേഹം എത്തി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കേസെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശോധന ഇതുവരെ നടത്താതിരുന്നത്? അപ്പോൾ പരിശോധന നടത്തണമല്ലോ. എയ്ഡ്സ് എന്ന് പറയുന്നൊരു രോഗം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? അതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെന്ന് പരിശോധന നടത്തി ആ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കും. പരിശോധന നടത്തിയിട്ട് നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോകാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ സമ്മതിച്ചു തരാം. എങ്കിൽ പോലും എന്തെങ്കിലും ഒരു മെഡിക്കൽ സാധ്യതകൾ വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല, ഈ അസുഖം നിങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ നിരവധി പേരെ രക്ഷപ്പെടുത്തുവാനും സാധിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാവാതെ ഇരുന്നാൽ നിങ്ങൾ ഇങ്ങനെ നീറി നിങ്ങളുടെ ജീവിതം മുഴുവൻ കട്ടപ്പുകയാവും. അപ്പൊ നിങ്ങൾ പരിശോധിച്ചാലും കട്ടപ്പുകയാവും, പരിശോധിച്ചിട്ടെങ്കിലും കട്ടപ്പുകയാവും. അഥവാ പരിശോധിച്ച് നിങ്ങൾക്ക് അസുഖമില്ല എന്നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അതോടെ ആ സെക്കൻഡിൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബം, അമ്മ എല്ലാവരും രക്ഷപ്പെടും. ഈ കാര്യം ആരും അറിയാതെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ചെന്ന് പരിശോധന നടത്തും. അപ്പൊ അദ്ദേഹം വളരെ നേരം ആലോചിച്ചു. അപ്പൊ അതിനുശേഷം പരിശോധന നടത്താൻ വേണ്ടി തീരുമാനമെടുത്ത് പോയി. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം ഇദ്ദേഹം വളരെ ആഹ്ലാദത്തോടു കൂടി വരുന്നു. കയ്യിൽ ഒരു വലിയ പെട്ടി നിറയെ കേക്ക്, ലഡു കരുതിയിരുന്നു. അപ്പോ ആ ലഡു കൊണ്ടുവന്ന് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഈ പുറമേയുള്ള ആളുകൾക്കെല്ലാം ഇത് എടുത്തങ്ങ് വിതരണം ചെയ്യും, പുറത്തിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും വിതരണം ചെയ്യും, ബാക്കിയുടെ വിൽക്കും. അപ്പോ ആള് ചോദിച്ചാൽ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം കിട്ടിയതാണല്ലോ ഏതാണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു പുതിയ ജന്മം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് എല്ലാവരും ലഡു
എല്ലാവർക്കും വിതരണം ചെയ്യിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. അപ്പൊ അദ്ദേഹം അന്ന് ആ പരിശോധന നടത്തി ഫലം നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആഹ്ലാദം കടന്നു വന്നത്. അപ്പൊ ഇതിപ്പം ഒരു 2000 കാലം കഴിഞ്ഞ് 2025 ആയിരിക്കുന്നു. അപ്പൊ ഇപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ മക്കൾ ഒക്കെ ആയി, അവരൊക്കെ ഒരു നിലയിലെത്തിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ പരിശോധന നടത്താതെ അദ്ദേഹം അങ്ങനെ ഒളിച്ചു നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതുപോലെയാണ് പല ആളുകളുടെയും അവസ്ഥ. പല അസുഖത്തെയും ഭയപ്പെട്ട് ഉണ്ടോ എന്ന് സംശയിച്ച് ആവശ്യമായ ടെസ്റ്റുകൾ നടത്താതെ ഒളിച്ചു നടക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. താങ്ക് യു.